നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ മുൻപാകെ ഇന്ന് 11 മണിയോടുകൂടി ഗ്രീഷ്മയെയും അമ്മാവൻ നിർമ്മൽ കുമാറിനെയും എത്തിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ ഇവർ രണ്ടുപേരുമാണ് കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഗ്രീഷ്മയുടെ അമ്മയെ കുറ്റവിമുക്തയാക്കിയിരുന്നു. ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷ വിധിക്കുമെന്നറിയാൻ എല്ലാവരിലും കൗതുകം നിറഞ്ഞു. ആദ്യം തന്നെ ഗ്രീഷ്മയോട് ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതിയുടെ ചോദ്യം. ഗ്രീഷ്മ പറഞ്ഞത് തൻ്റെ പ്രായം പരിഗണിക്കേണ്ടതുണ്ട്, കൂടാതെ തനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. കോടതി ഗ്രീഷ്മയെ അടുത്തേക്ക് വിളിച്ച് ഗ്രീഷ്മയ്ക്ക് പറയാനുള്ളതെല്ലാം എഴുതി നൽകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഗ്രീഷ്മ അതെല്ലാം എഴുതി നൽകി. അതെല്ലാം കോടതി കേട്ടു. തുടർന്ന് പ്രോസിക്യൂഷന്റെ ഭാഗമായിരുന്നു. ചെകുത്താന്റെ മനസ്സുള്ള പ്രതി എന്നാണ് പ്രോസിക്യൂഷൻ ഗ്രീഷ്മയെ വിശേഷിപ്പിച്ചത്. ഇതും കോടതി വിശദമായി തന്നെ പരിശോധിച്ചു. അതിനുശേഷം തിങ്കളാഴ്ചത്തേക്ക് വിധി പറയാൻ മാറ്റിവെച്ചു. എന്തൊക്കെയായിരുന്നു പ്രോസിക്യൂഷൻ വാദം? ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണം. കാരണം സ്നേഹത്തെയാണ് ഈ യുവതി കൊന്നിരിക്കുന്നത്. സമൂഹം ഞെട്ടിയ കേസാണ്. പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ല. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. മുൻകൂട്ടി നിശ്ചയിച്ച കൊലയാണ്. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ ചിന്തയാണ്. ഒരു യുവാവിന്റെ സ്നേഹത്തെയാണ് കൊന്നത്. പ്രതിയുടെ അറിവുകൾ കൊലയ്ക്ക് ഉപയോഗിച്ചു. മുന്നൊരുക്കങ്ങൾ നടത്തി. ആസൂത്രിത കൊലയാണെന്ന് പ്രോസിക്യൂഷൻ. ഒരു തവണ പരാജയപ്പെട്ടപ്പോൾ വീണ്ടും ശ്രമം നടത്തിയില്ലേ ഗ്രീഷ്മ എന്നായി ചോദ്യം. യഥാർത്ഥ പ്രണയത്തെ കൂടി കൊലപ്പെടുത്തിയ കേസാണ്. അസാധാരണമായ കൊലയ്ക്ക്, അപൂർവമായ കൊലയ്ക്ക് വധശിക്ഷ തന്നെയാണ് വേണ്ടതെന്ന് പ്രോസിക്യൂഷൻ. 11 ദിവസം ഷാരൂൺ അനുഭവിച്ച വേദന കോടതി മനസ്സിലാക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഗ്രീഷ്മയ്ക്ക് തെല്ലും മനസ്താപമില്ലെന്നും പ്രോസിക്യൂഷന്റെ വാദം. ഇനി മറുഭാഗത്ത് പ്രതിയുടെ വാദം കൂടി കേൾക്കാം. സാഹചര്യ തെളിവ് മാത്രമാണെന്ന് ഇന്ന് ഗ്രീഷ്മയ്ക്ക് വേണ്ടി അഭിഭാഷകൻ ആവർത്തിച്ചു. ശിക്ഷയിൽ ഇളവ് വേണം. സ്വകാര്യ ദൃശ്യങ്ങൾ ഷാരൂൺ സൂക്ഷിക്കുകയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്യാൻ ശ്രമിച്ചു. ആ ചിത്രങ്ങൾ കാണിച്ച് ഗ്രീഷ്മയെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടും പലതവണ ബന്ധത്തിൽ നിന്ന് പുറത്തുവരാൻ ഗ്രീഷ്മയെ ആഗ്രഹിച്ചിരുന്നിട്ടും ഷാരൂൺ അതനുവദിക്കാത്തതുകൊണ്ടുമാണ് ഷാരൂണിനെ കൊന്നുകളഞ്ഞത്. തനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടരുത് എന്ന് ഷാരൂൺ വാശി പിടിച്ചു. പെരുമാറ്റം സഹിക്കാവുന്നതിലപ്പുറമായപ്പോഴാണ് ഇത്തരമൊരു കുറ്റകൃത്യത്തിന് പ്രതി തയ്യാറെടുത്തത്. ഇതൊരു ആസൂത്രിത കൊലപാതകമല്ല. മരിച്ചയാൾക്ക് സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുണ്ട് തുടങ്ങിയ വാദങ്ങളാണ് പ്രോസിക്യൂഷനെതിരെ പ്രതിഭാഗം നിരത്തിയത്. ഇരുഭാഗങ്ങളും കേട്ടതിന് ശേഷം കോടതി, നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി, വിധി പറയാൻ വേണ്ടി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. തിങ്കളാഴ്ച അറിയാം. നമ്മളെ ആകെ നടുക്കിയ, കേരളത്തെ ഒന്നാകെ ഉലച്ചു കളഞ്ഞ കഷായ കൊലപാതകം എന്ന പേരിൽ, ഷാരൂൺ വധക്കേസ് എന്ന പേരിൽ കുപ്രസിദ്ധമായ ഷാരൂൺ കൊലപാതകത്തിലെ പ്രതി ഗ്രീഷ്മയ്ക്കും അമ്മാവൻ നിർമ്മൽ കുമാരൻ നായർക്കും എന്തായിരിക്കും ശിക്ഷ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കുകയെന്ന് തിങ്കളാഴ്ചയ്ക്കായി നമുക്ക് കാത്തിരിക്കാം.